പിന്നെ എൻ്റെ അമ്മക്ക് അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് എല്ലാം സമ്മതിച്ചു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന്. ഇതിനു മുന്നേ ഞാനൊരു 5 kg പാലക്കാടൻ റാവുത്തർ ബിരിയാണി ഒരു ഷോർട്സ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതിൽ വന്നൊരു കമന്റ് ആട്ടോ ഇത്. എന്നാൽ പിന്നെ ഇതായിട്ടൊരു കുറവ് വരുത്തണ്ട. 1 കിലോ ചിക്കൻ ബിരിയാണിക്ക് 200 ഗ്രാമാണ് കേട്ടോ ഓയിൽ വേണ്ടത്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം സവാളയും കൂടെ തന്നെ 2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. അതൊന്ന് വാടി വന്ന ശേഷം 250 ഗ്രാം ചെറിയുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല റെഡിഷ് കളർ കിട്ടുന്നതാണ് കേട്ടോ അമ്മ പറയണത്. അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊതുവെ പാലക്കാടൻ ബിരിയാണിക്ക് മഞ്ഞപ്പൊടിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 200 ഗ്രാം തക്കാളി കൂടെ തന്നെ 1 പിടി പൊതിനയും 1 പിടി മല്ലിയിലയും 5 പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വന്ന ശേഷം 100 ഗ്രാം ഇഞ്ചി 100 ഗ്രാം വെളുത്തുള്ളിയും അരച്ചത് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1 സ്പൂൺ ഗരം മസാലയും 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നാരങ്ങൻ്റെ നീരും 1 കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മസാലയ്ക്കാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി അതിലൊന്ന് മിക്സായി വന്ന ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് കേട്ടോ വെള്ളം വേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതൊന്ന് തിളക്കണ വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 കിലോ ബിരിയാണി അരി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. വെള്ളം നന്നായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് 100 ഗ്രാം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ദമ്മിടൽ പരിപാടിയിലേക്ക് കിടക്കാം. ദമ്മിടാനായിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടി ചൂടാക്കി എടുക്കണം. അതിനുശേഷം അതിന്റെ മേലേക്ക് ഇതിനെ കയറ്റി വെക്കാം. 1/2 മണിക്കൂർ ആ ചട്ടിയിൽ കിടന്ന് ദമ്മായ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പാലക്കാടുകാരുടെ അഹങ്കാരമായ സ്പൈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ റാവുത്തർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.